അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ മുൻ ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയ്ക്കെതിരെ കൂടുതൽ തെളിവുകൾ. അറസ്റ്റിലായ പ്രതികളിൽ 6 പേരെയും ശുപാർശ ചെയ്തത് അനിൽ മിശ്രയെന്ന് അന്വേഷണ സംഘം. അതേസമയം ബിജെപി RSS നേതൃത്വത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കി ബദ്രീനാഥ് ക്ഷേത്രക്കൊള്ളയും. ബദ്രീനാഥ് ക്ഷേത്രക്കൊള്ള ആരോപണത്തിൽ അന്വേഷണത്തിന് 3-അംഗ ഉന്നത സമിതിയെ ഉത്തരാഖണ്ഡ് സർക്കാർ നിയമിച്ചു. അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ ഓരോ ദിവസവും കൂടുതൽ രേഖകളാണ് പുറത്തുവരുന്നത്. മുൻ ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയ്ക്കെതിരെ കൂടുതൽ തെളിവുകളും പുറത്തുവന്നു. അറസ്റ്റിലായ 8 പ്രതികളിൽ 6 പേരെയും ശുപാർശ ചെയ്തത് അനിൽ മിശ്ര ആണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഇതിനു പുറമെ സംഭാവന എണ്ണുന്നതിലും മേൽനോട്ടം വഹിക്കുന്നതിലും അനിൽ മിശ്രയുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായതായും അന്വേഷണ സംഘം വ്യക്തമാക്കി. അതേസമയം സംഭാവനയിൽ ലഭിച്ച വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കപ്പെട്ടത് വ്യാജ പ്രചരണം നടത്തിയതിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്ത് വന്നു. എല്ലാ സംഭാവനകളും സുരക്ഷിതമാണെന്നാണ് ട്രസ്റ്റ് പറയുന്നത്. എന്നാൽ കൊള്ളയുടെ വിവരങ്ങൾ പുറത്തുവന്നിട്ടും ചമ്പത് റായ്ക്കും അനിൽ മിശ്രയ്ക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ ഇതുവരെ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. അതിനിടെ BJP RSS നേതൃത്വത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. ബദ്രിനാഥ് ക്ഷേത്രത്തിലും കൊള്ളയെന്ന ആരോപണം ശക്തമായ സാഹചര്യത്തിൽ ഉത്തരാഖണ്ഡ് സർക്കാർ അന്വേഷണത്തിന് 3-അംഗ ഉന്നതതല സമിതി രൂപീകരിച്ചു. ഗ്രഹ്വാൽ പോലീസ് കമ്മീഷണർ ആനന്ദ് സ്വരൂപ്, നാഷണൽ ഹെൽത്ത് മിഷൻ മാനേജിംഗ് ഡയറക്ടർ സന്ദീപ് തിവാരി, മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ് ഡയറക്ടർ ജനറൽ ഓഫീസിലെ ഡയറക്ടർ ജഗത് സിംഗ് ചൌഹാൻ എന്നിവരാണ് അംഗങ്ങൾ. ആരോപണ വിധേയനായ പ്രമോദ് നൌട്ടിയാലിനെ സമിതി ജോലിയിൽ നിന്ന് സസ്പെൻഡും ചെയ്തിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.